മുനമ്പം വഖഫ് ഭൂമിയുടെ ഉടമസ്ഥാവകാശത്തെ ചൊല്ലി UDF-ലും ലീഗിലും ഭിന്നത. വഖഫ് ഭൂമിയല്ലെന്ന VD സതീശന്റെ വാദത്തെ KM ഷാജിക്ക് പിന്നാലെ ET മുഹമ്മദ് ബഷീറും ഇന്ന് തള്ളി. ഉടമസ്ഥാവകാശം ചർച്ചയാക്കേണ്ടെന്നും മുനമ്പത്ത് താമസിക്കുന്നവരെ കുടിയൊഴിപ്പിക്കാനുള്ളതേയുള്ള പ്രശ്നപരിഹാരമാണ് വേണ്ടതെന്നും പാണക്കാട് സാദിഖലി തങ്ങൾ പറഞ്ഞു. നിയമപണ്ഡിതരുമായി സംസാരിച്ചാണ് UDF നിലപാട് വ്യക്തമാക്കിയത് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. വിഷയത്തിൽ ലീഗും കോൺഗ്രസും ഒരുമിച്ച് മുന്നോട്ട് പോകുമെന്നും VD സതീശൻ പറഞ്ഞു. കേരളത്തിനെ പച്ചയ്ക്ക് തീപിടിപ്പിക്കുന്ന, മനസ്സിലല്ലേ, പച്ചവെള്ളത്തിന് തീപിടിപ്പിക്കുന്ന വർഗീയതയാണ് ഉണ്ടാക്കാൻ പല കോണുകളിൽ നിന്ന് ശ്രമിക്കുന്നത്. അതിനോടെല്ലാം നമ്മൾ പ്രതികരിക്കാൻ പോയാൽ അത് വഷളാവും. സി വിജയൻ ഒരിക്കൽ കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. വിപിൻ, മുനമ്പം വിഷയത്തിലാണ് ഇപ്പോൾ UDF-നകത്ത് രണ്ട് പ്രധാനപ്പെട്ട കക്ഷികൾ തമ്മിലുള്ള ഈ ഒരു അഭിപ്രായ ഭിന്നത അത് മറന്നേക്ക് പുറത്തു വരുന്നത്. നേരത്തെ KM ഷാജി പറഞ്ഞതിൽ കൂടുതൽ പ്രതികരണം നമ്മൾ കണ്ടില്ല. പക്ഷെ ഇന്നിപ്പോൾ അതേ അഭിപ്രായം പറഞ്ഞത് ET മുഹമ്മദ് ബഷീറാണ്. അപ്പോൾ എന്താണ്, ഏത് രീതിയിലാണ് ഈ വിഷയം UDF-ന് ഇപ്പോൾ തലവേദനയായി മാറുന്നത്? ഈ അഭിപ്രായം അത് മുന്നണിയുടെ ഒരു പൊതു അഭിപ്രായമായിട്ടാണ് ഇന്നിപ്പോൾ VD സതീശൻ തന്നെ വ്യക്തമാക്കിയത്. പക്ഷേ ലീഗിന് അതിനോട് യോജിപ്പ് ഇല്ലതാനും. പ്രജിനി, മുനമ്പം വിഷയവുമായി ബന്ധപ്പെട്ട് അതിലൊരു സമവായത്തിലെത്താൻ ഇപ്പോൾ സാദിഖലി ശിഹാബ് തങ്ങളുടെയൊക്കെ നേതൃത്വത്തിൽ വലിയ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം അവിടെയുള്ളവരെ കുടിയൊഴിപ്പിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ എത്തുകയും അവരെ കാണുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു. അത്തരത്തിൽ സർക്കാരാണ് ഇക്കാര്യത്തിൽ നിലപാടെടുക്കേണ്ടത് എന്നുള്ള രീതിക്കായിരുന്നു UDF മുന്നോട്ട് പോവുകയൊക്കെ ചെയ്തിരുന്നത്. ഈ സമയത്താണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഇത് വഖഫ് ഭൂമിയല്ല എന്നുള്ളൊരു പ്രസ്താവന നടത്തുന്നത്. ഈ പ്രസ്താവന പക്ഷേ പിന്നീട് ലീഗിൽ വലിയ രീതിയിലുള്ള ഒരു ഭിന്നതയുണ്ടാക്കുന്ന അവസ്ഥയിൽ ാണ് പോയത്. കാരണം അതിന്റെ പിറ്റേ ദിവസം തന്നെ മലപ്പുറത്ത് നടന്ന ചടങ്ങിൽ KM ഷാജി പറഞ്ഞു ഇത് ലീഗിന്റെ നിലപാടല്ല, പ്രതിപക്ഷ നേതാവിൻ്റേത് മുസ്ലിം ലീഗിന്റെ നിലപാടല്ല, ഇത് വഖഫ് ഭൂമി തന്നെയാണ് എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത്. പിറ്റേ ദിവസം തന്നെ PK കുഞ്ഞാലിക്കുട്ടി ഇതിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വന്നു. അതായത് ലീഗിന്റെ നിലപാട് പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങൾ തന്നെ പറഞ്ഞു കഴിഞ്ഞു, ആരും പാർട്ടിയാകേണ്ടതില്ല എന്നുള്ളതായിരുന്നു PK കുഞ്ഞാലിക്കുട്ടി ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. അതിനുശേഷവും KM ഷാജി ഇതേ വിഷയത്തിൽ ഉറച്ചു നിൽക്കുകയും കാസർഗോഡ് നടന്ന പരിപാടിയിൽ ഇത് വഖഫ് ഭൂമി തന്നെയാണ്, അതുകൊണ്ടാണ് അതിൽ സാദിഖലി തങ്ങൾക്ക് ഇടപെടേണ്ടി വന്നത്, അതൊരു സാധാരണ ഭൂമിയാണെങ്കിൽ അത് തങ്ങൾ ഇടപെടേണ്ടതല്ലോ എന്നുള്ളതും ഷാജി ഒന്നുകൂടി കടുപ്പിക്കുകയായിരുന്നു. ഇന്നിപ്പോൾ ആ വിഷയത്തിൽ കുറച്ച് മുന്നോട്ട് പോകേണ്ടതില്ല, അതിലുള്ളൊരു അതൃപ്തി കൂടി ഉണ്ടായിരുന്നു ഈ വിഷയം ഈ രീതിയിലേക്ക് പോകുന്നതിൽ. അതായിരുന്നു ഇന്നിപ്പോൾ രാവിലെ നടന്ന യോഗത്തിൽ പാണക്കാട് തങ്ങളും അതുപോലെ തന്നെ PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞത്. ആ ഭൂമി വഖഫിൻ്റേത് അല്ല എന്നുള്ളത് എവിടെയും പറഞ്ഞിട്ടില്ല. പക്ഷേ ആണോ അല്ലയോ എന്നുള്ളതല്ല ചർച്ച ചെയ്യേണ്ടത്, അവിടെയുള്ള ജനങ്ങളെ അവിടെ കുടിയിറക്കാതെ തന്നെ അവിടെ വളരെ അനുനയത്തോടു കൂടി ആ കാര്യങ്ങൾ മുന്നോട്ട് പോകണം. സർക്കാർ ഈ കാര്യത്തിൽ നിലപാടെടുക്കാത്തത് കൊണ്ടാണ് ഇത് മുന്നോട്ട് ഇത്തരത്തിൽ പല അഭിപ്രായങ്ങളും വരുന്നത്. ഒപ്പം തന്നെ KM ഷാജിയുടേത് അത് പ്രസംഗിക്കുമ്പോൾ മാത്രമുള്ള ഒരു കാര്യമാണ്, അത് ലീഗ് വലിയ കാര്യമാക്കുന്നില്ല എന്നുള്ളത് കൂടി സാദിഖലി തങ്ങൾ പറഞ്ഞു. തൊട്ടു പിന്നാലെ തന്നെ ET മുഹമ്മദ് ബഷീർ ഇത് വഖഫ് ഭൂമിയാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നു. അപ്പോൾ ഈ വഖഫ് ഭൂമിയാണ്, ഇതിൻ്റെ ഒരു ഉടമസ്ഥാവകാശത്തെ സംബന്ധിച്ചുള്ള ഒരു ചർച്ച ലീഗിനകത്ത് നടക്കുന്നു. ഒപ്പം UDF-ൽ തന്നെ അത് ഒരു ഭിന്നതയ്ക്ക് ഇപ്പോൾ കാരണമായിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം ഈ ഒരു വിഷയത്തിൽ ഇത് വഖഫ് ഭൂമിയാണ് അല്ല എന്നുള്ളത് കൃത്യമായി പറയാതെയായിരുന്നു ലീഗിൻ്റെ നേതാക്കൾ ഇത്രയും അതിൻ്റെ ഒരു അനുനയ ചർച്ചകളൊക്കെ ആയി മുന്നോട്ട് പോയിരുന്നത്. കാരണം അത്തരത്തിൽ പറയുകയാണെങ്കിൽ അത് മുതലെടുക്കുന്നത് BJP-യും അല്ലെങ്കിൽ അത്തരത്തിലുള്ള കക്ഷികളായിരിക്കും. അതുകൊണ്ട് ആ രീതിക്ക് അത് ചർച്ചയ്ക്ക് പോവാതെ അവിടെ ഉള്ളവരെ ബാധിക്കാത്ത രീതിയിൽ മുന്നോട്ട് പോകണം എന്നുള്ളതായിരുന്നു. എന്നാൽ ഇപ്പോൾ ആ ചർച്ച ഇത് വഖഫ് ഭൂമി ആണോ അല്ലയോ എന്നുള്ളതിൽ എത്തി നിൽക്കുന്നു. ഓരോ നേതാക്കളും അതുമായി ബന്ധപ്പെട്ടുള്ളൊരു അഭിപ്രായം പറയുന്നു എന്നതിലേക്കാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ വരും ദിവസങ്ങളിലും ഇതിൻ്റെ ഒരു അലയൊലി ഉണ്ടാകുമെന്നുള്ളത് തീർച്ചയാണ്. ഒപ്പം തന്നെ ഇപ്പോൾ മുസ്ലിം ലീഗിനകത്ത് ഉള്ള ഒരു ഭിന്നത, അതായത് KM ഷാജി വീണ്ടും ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു, അതും പരസ്യമായി തന്നെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഒപ്പം തന്നെ ലീഗിൻ്റെ നേതാക്കളാണെങ്കിൽ ഇതല്ല ചർച്ചയ്ക്ക് എത്തിക്കേണ്ടത് എന്നുള്ളത് പറയുന്നു. അപ്പോൾ വരും ദിവസങ്ങളിലും ഇതിൻ്റെ ഒരു അലയൊലി ഉണ്ടാകും മുസ്ലിം ലീഗിനകത്ത്, പ്രത്യേകിച്ച് UDF-നകത്ത് എന്നുള്ളത് ഉറപ്പാണ്. KM ഷാജിയെ തള്ളിക്കൊണ്ട് ഇന്ന് പ്രതിപക്ഷ നേതാവ് കൂടി വന്ന സാഹചര്യത്തിൽ മുതിർന്ന നേതാക്കളുടെ അഭിപ്രായങ്ങൾ ഇനിയും ഈ വിഷയത്തിൽ ഉണ്ടാകും. അത് UDF-നകത്ത് ചെറിയതാണെങ്കിൽ പോലും ഒരു പ്രതിസന്ധി ഉണ്ടാക്കുമെന്നുള്ള കാര്യവും തീർച്ചയാണ്. പ്രജി, ശരി, അത്തരം പ്രതികരണങ്ങൾ വരുമ്പോൾ അത് വെള്ളത്തിന് തീപിടിപ്പിക്കുന്നത് പോലെയാണ് എന്ന് അതുകൊണ്ട് തന്നെയാണ് ഒരു പക്ഷേ പ്രതിപക്ഷ നേതാവ് പറഞ്ഞിട്ടുണ്ടാവുക. മുന്നണിയിൽ തന്നെ അത് വലിയ പ്രശ്നങ്ങൾക്ക് ഒരുപക്ഷെ ഇടയാക്കിയേക്കാം. എങ്ങനെയാണ് അതിലൊരു സമവായം അല്ലെങ്കിൽ ഒരു ഏകമായ അഭിപ്രായം ഉണ്ടാവുന്നത് എന്ന് കാത്തിരുന്ന് കാണാം. വിപിൻ സി വിജയനാണ് വിശദാംശങ്ങൾ നൽകിയത്.